പുറപ്പാടാ. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവോ? പിന്നെ ഞാൻ എന്താ വേണ്ടേ? ആ നാറികെട്ട നാറികളുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച് അവർ ചോദിക്കുന്ന കാശന്റെ കൊടുക്കണം. ചിലപ്പോ കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഘട്ടങ്ങളെ നേരിടേണ്ടത് ശക്തി കൊണ്ടല്ല ശ്രീനി, ബുദ്ധി കൊണ്ടാ. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് പ്രശ്നങ്ങൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇപ്പൊ ഉണ്ട്. ശ്രീനിയായിട്ട് ഇനി ഇതുകൂടി ഉണ്ടാക്കി വെക്കല്ലേ. ഒരു നിമിഷം മതി ജീവിതം മാറി മറിയ. ശ്രീനി അവരെ കൊന്നാലും അവര് ശ്രീനിയെ കൊന്നാലും നഷ്ടം നമുക്ക് മാത്ര. ശ്രീനിക്ക് എന്ത് ഭ്രാന്ത് വേണമെങ്കിലും കാണിക്കും. പക്ഷെ ശ്രീനി മാത്രമായിരിക്കില്ല ഈ എടുത്തുചാട്ടത്തിൽ അവസാനിക്കാൻ പോകുന്നത്. എല്ലാം അവസാനിച്ച പിന്നെ ശ്രീനി എങ്ങനെയാ ശ്രീനിയുടെ പ്രതികാരം വീട്ടുന്നത്? അതിനു വേണ്ടിയെങ്കിലും ശ്രീനി ഈ ഭൂമിയിൽ ബാക്കി ഉണ്ടാവണ്ടേ? അതി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. അളിയനെ വല്ലതും പറ്റിയോ? കുഴപ്പമില്ല. എന്താ സാറേ, എന്താ ശരിക്കും സംഭവിച്ചേ? ഏതോരുത്തൻ കണ്ണുമുക്കില്ലാതെ സൈഡ് റോഡ് കയറി വന്നതാ. ഞാൻ വെട്ടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാം തീർന്നേനെ. എന്നിട്ട് അവടെ അവൻ നിർത്താതെ വിട്ടുപോയി. സാർ എന്ത് പണിയാ കാണിച്ചത്? സർവീസ് റിവോൾവർ ഇല്ലായിരുന്ന കയ്യില് എടുത്തു വെച്ച പൊട്ടിക്കായിരുന്നില്ലേ? അതിനൊക്കെ എവിടെ നേരം? കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് അവൻ വിട്ടുപോയില്ലേ? എന്നാലും കഷ്ടമായി പോയി. മോനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല, കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ നിങ്ങളോട് നിൽക്കണ്ട, വിട്ടോ. അറിയില്ലല്ലോ അതാരാ എന്താന്നൊന്നും. ആർക്കറിയാം അത് ആക്സിഡന്റ് തന്നെ ആയിരുന്നു എന്ന്. അല്ല, ഇന്നത്തെ കാലമല്ലേ, പറയാൻ പറ്റുമോ സാറേ? പ്രത്യേകിച്ചും സാറിന്റെ കൂടെയുള്ളത് ജാമ്യം കിട്ടിയ ഒരു പ്രതി ആയതുകൊണ്ട്.